ഹലോ ഗായ്സ്. അപ്പൊ ഞങ്ങൾ 4 പേരും തുള്ളിച്ചാടി കാവടിയാടി പോകുന്നത് നമ്മുടെ ബത്ലഹേമിലേക്കാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ഈ പോകുന്ന പോക്കില് എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞ് ഇതുപോലെ ഈവനിങ് ആകുമ്പോൾ ഒന്ന് ഫ്രീ ആവാൻ പറ്റുമായിരുന്നെങ്കിൽ മൈൻഡ് എത്രയോ ഒന്ന് ഫ്രീ ആയേനെ എന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ഫുൾ ഹാപ്പി മൂഡിലാണ്. ഞങ്ങൾ നേരെ പോകുന്നത് സ്റ്റെല്ല മാരിസ് ചർച്ചിലേക്കാണ്, ഹൈഫയിലെ. അവിടെ എത്തിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ബസ്സിന് ബത്ലഹേമിലേക്ക് പോകുന്നത്. അവിടെ ഞങ്ങൾക്ക് ഹോളി മാസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദാണ്ടെ സ്റ്റെല്ല മാരിസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അടിപൊളി ഒരു ക്രിസ്മസ് ട്രീയും ക്രിബും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ പള്ളിയിലെ കുർബാന 25-ന് പകലാണ് കേട്ടോ. ഞങ്ങള് അവിടെ ചെന്ന് ഈ ഡെക്കറേഷൻ ഒക്കെ കണ്ട് ദാണ്ടെ ഇവിടെ ക്രിബൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഉണ്ണി പിറന്നിട്ടില്ല. 25-ന് അവിടെ ഉണ്ണീശ ആവത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ അതിന്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഹാപ്പിയായി എല്ലാവരും കൂടെ ദാണ്ടെ ബസ്സിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ ഹാപ്പി ആയിട്ട് ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു പാട്ട്, അടിപൊളി പാട്ടൊന്നുമല്ല, പഴയ പാട്ടൊക്കെ ഇട്ട് ഉണ്ണീ ഉറങ്ങ് ഉണ്ണീ ഉറങ്ങ്, ആ പാട്ടിന്റെ ആ സീൻ വന്നപ്പോൾ എല്ലാവരും ഫ്ലാഷ് ലൈറ്റ് ഒക്കെ അടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈവീശി കാണിക്കുന്ന സീനാണ് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങള് ദാണ്ടെ ബെത്ലഹേമിന് തൊട്ടടുത്തുള്ള കാവൽ, അതായത് ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഉണ്ണി പിറന്നു എന്ന് അറിയിച്ച ആ ഒരു സന്ദേശം അറിയിച്ച സ്ഥലത്ത് നിന്നാണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ദാണ്ടെ ബെത്ലഹേമിലെത്തി. അവിടുത്തെ പ്രസിദ്ധമായ വലിയ ട്രീയുടെ ചുവട്ടിൽ നിന്നുള്ള പിക്ചറാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈ കാണുന്നതാണ് നേറ്റിവിറ്റി ചർച്ചിന്റെ പോർഷൻ ആണ് കേട്ടോ. ഒരു അന്യായ തിരക്കായിരുന്നു കേട്ടോ. ഒരു വിധത്തിൽ ഉന്തിത്തള്ളി ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾക്ക് കയറാൻ പറ്റിയെന്ന് തന്നെ ഒരു ഭാഗ്യം. അതുപോലെ ജനത്തിരക്കായിരുന്നു ഈ പ്രാവശ്യം. അതുകൊണ്ടോ അവിടെ നിങ്ങൾക്ക് കാണാം, ആ ഫ്രണ്ടിലെ ആ ക്രൗഡ് കണ്ടോ? അയ്യോ, ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നതിന് ശേഷമുള്ള ക്രൗഡാണ് കേട്ടോ അത്. ഞങ്ങൾ കയറിയ ഭാഗത്ത് ഇതുപോലെ തന്നെയായിരുന്നു. ഇതാണ് കേട്ടോ, ഇതാണ് പ്രോപ്പറായിട്ട് ഈശോ ജനിച്ച സ്ഥലം.